കൊൽക്കത്ത കൊലപാതകത്തിൽ എഫ്ഐആർ വൈകിപ്പിച്ച നടപടിയിൽ തൃണമൂൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുവെന്ന് സംശയിക്കുന്നതായും പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണമെന്നും ചീഫ് ജസ്റ്റിസ്. സിബിഐയുടെ തൽസ്ഥിതി റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും മൂന്നംഗ ബെഞ്ച് പരിശോധിക്കുകയാണ്. ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലിനോട് സുപ്രീം കോടതി കൊലപാതകം നടന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അക്കമിട്ട് ചോദിച്ചത്. പോലീസിന് വീഴ്ച പറ്റിയില്ലെന്നും സമയക്രമം അനുസരിച്ച് വിശദീകരിക്കാമെന്നുമായിരുന്നു ബംഗാൾ സർക്കാരിന്റെ വാദം. എന്നാൽ പുലർച്ചെ നടന്ന മരണത്തിൽ രാവിലെ 10:10 GD എൻട്രി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ടും രാത്രി 11:45 എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. ഇത്രയും കാലതാമസം എങ്ങനെ ഉണ്ടായി എന്ന് കോടതി ചോദിച്ചു. മാത്രമല്ല, കൊലപാതകം നടന്ന സെമിനാർ ഹാൾ പോലീസ് സീൽ ചെയ്തത് ഏറെ വൈകിയാണ്. ഇത് തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പ്രകടിപ്പിച്ചു. തന്റെ 30 വർഷത്തെ കാലയളവിൽ ഒരു കേസ് ഇത്രയും മോശമായി കൈകാര്യം ചെയ്തത് ആദ്യ അനുഭവമാണെന്നായിരുന്നു ജസ്റ്റിസ് പർദിവാലയുടെ വിമർശനം. ബംഗാൾ സർക്കാർ വളരെ മോശമായാണ് കേസ് കൈകാര്യം ചെയ്തതെന്നും ജസ്റ്റിസ് നിരീക്ഷിച്ചു. കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. സിബിഐയുടെ തൽസ്ഥിതി റിപ്പോർട്ടും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടും മൂന്നംഗ ബെഞ്ച് പരിശോധിച്ചു. സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി പാടില്ലെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അതേസമയം ഡോക്ടർമാരുടെ ആശങ്കകൾ കേൾക്കാൻ ടാസ്ക് ഫോഴ്സ് നിയോഗിച്ചിട്ടുണ്ടെന്നും ഡോക്ടർമാർ സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കണമെന്നും സുപ്രീം കോടതി അഭ്യർത്ഥിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.